ഫ്രണ്ട്സ്, ഇന്ന് വൈകുന്നേരത്തെ ക്ലീനിങ്ങും പിന്നെ കുറച്ച് ഈവനിങ് റൊട്ടീനൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? വൈകുന്നേരം ആയപ്പോൾ ഞാനൊന്ന് ചൂലും കൊണ്ടൊക്കെ ഇറങ്ങിയതാണ്. ഒരു 2-3 ദിവസം കൂടുമ്പോഴാണ് ഒന്ന് അടിച്ചു വരുന്നത്. കാരണം അത്ര അങ്ങനെ കാടും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിക്ക് മോനാണ് ഇവിടെ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ചീര, വെണ്ട, പയർ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കവറും പിന്നെ വേസ്റ്റായി ഉണങ്ങിയ തണ്ടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മൂക്കൊക്കെ കെട്ടി പടിയിലേക്ക് ഇറങ്ങിയതാണ്. നല്ല അലർജിയാണ്, തുമ്മലൊക്കെ ഉണ്ട്. പൊടി, പുക, തണുപ്പൊന്നും പറ്റൂല. എന്നാലും നമ്മളെടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുക്കണ്ടേ. അതുകൊണ്ട് മൂക്കെല്ലാം നല്ല രീതിയിൽ കെട്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഇവിടെ കുറച്ച് കോസ്മോസ് ഉണ്ടായിരുന്നു. നല്ല ഓറഞ്ച് കളറായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ അതിൻ്റെ ചെടിയൊക്കെ ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് എല്ലാം ഒന്ന് കത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. ഈ വർഷത്തേക്ക് കുറച്ച് വെണ്ട, പിന്നെ പയർ, ചീര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നട്ട് ഇനി പിടിപ്പിച്ച് കൊണ്ടുവരണം. എല്ലാവർക്കും ഈ കൃഷിപ്പണിയൊക്കെ ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കൃഷി ചെയ്യാനെല്ലാം. ചീരയൊക്കെ ഒരുപാടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. 2 സൈഡിലും ഇങ്ങനെ കള്ളിയായിട്ട് തിരിച്ച് കൃഷി ചെയ്തിരുന്നു. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ കൃഷി ചെയ്ത നമ്മളെ വെണ്ടയ്ക്ക, മുളക്, അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ചീരയൊക്കെ ഇങ്ങനെ ഉണ്ടായി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനിയിപ്പോൾ അടുത്ത ഈ വർഷത്തേക്കുള്ളതൊക്കെ ചെയ്ത് സെറ്റാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ വെണ്ടേൻ്റെ ഗ്രോ ബാഗൊക്കെ ഞാനെടുത്ത് മുന്നൊന്ന് മാറ്റുകയാണ്. ഇതിൻ്റെ മണ്ണ് നല്ലതാണ്. മണ്ണിൽ കുറച്ച് കുമ്മായൊക്കെ ഇട്ട് കുറച്ച് വെയിലത്തൊക്കെ ഇട്ട് നല്ലോണം ട്രീറ്റ് ചെയ്താൽ അതേ മണ്ണ് തന്നെ നമുക്ക് ഈ വർഷവും ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കുമ്മായൊക്കെ തീർന്നിരിക്കുക. അപ്പോൾ ഇനി ഒരു പാക്കറ്റ് കുമ്മായൊക്കെ വാങ്ങണം. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കുമ്മായൊന്നും എടുക്കാത്തതാണ് നല്ലത്. പുതിയ സാധനം പാക്കറ്റ് പൊട്ടിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് ഒരാഴ്ച ട്രീറ്റ് ചെയ്തിട്ട് വിത്തോ തൈയൊക്കെ നമുക്കതിലൊക്കെ കുഴിച്ചിടാം. പിന്നെ ഞാൻ അവിടെ ഗ്രോ ബാഗ് നിന്ന സ്ഥലമൊക്കെ നല്ലോണം വൃത്തിയാക്കി അടിച്ചു വാരുകയാണ്. അവിടെ പുല്ലും ഒക്കെ കിളിച്ച് നിന്നിരുന്നു, അതൊക്കെ പറിച്ച് മാറ്റി വൃത്തിയാക്കുകയാണ്. ഇപ്പം ആകെ ഒരു തക്കാളി തൈ ഉണ്ട്. അതിലൊരു ഇടയ്ക്ക് 2-3 കായ കിട്ടാറുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക് തൈ പാകിയത് കുറച്ച് നന്നായി വരുന്നുണ്ട്. അതിന് കുറച്ച് കഞ്ഞിവെള്ളം നേർപ്പിച്ചൊഴിക്കലും അങ്ങനെ കുറച്ച് ചായേൻ്റെ ചണ്ടി, അങ്ങനെ നമ്മളെ പച്ചക്കറി വേസ്റ്റ്, മുട്ട, ഉള്ളിത്തോട് ഒക്കെയാണ് ഞാൻ സ്ഥിരമായിട്ട് ഇട്ട് കൊടുക്കൽ. അതും കുഴപ്പമില്ലാണ്ട് ആയി വരുന്നുണ്ട്. പക്ഷേ പൂവും കായൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു വഴുതനേൻ്റെ തൈ കൂടെ ഉണ്ട്. അത് ഞാൻ വെട്ടി കൊടുത്ത് പുതിയ ശാഖകളൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയതൊക്കെ ഞാൻ തീയിട്ടതിന് ശേഷം കുറച്ച് ചെടിയൊക്കെ ഉണ്ട്, ചെറിയ രീതിയിലുള്ള കുറച്ച് ഇലച്ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് മോന് ഓരോ സംശയങ്ങളും കഥകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവനോടും കഥ പറയണം. ഇവിടെ നല്ല ചൂടാണ്. വൈകുന്നേരമൊക്കെ നല്ല ചൂടാണ്. രാവിലെ തണുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നല്ല ചൂടാണ്. പകൽ മുഴുവൻ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ വേഗം വാടിപ്പോകുന്നുണ്ട്. ശരിക്കും രാവിലെ വൈകുന്നേരം നനയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ ഒരു നേരെ നനയ്ക്കാറുള്ളൂ. എല്ലാവർക്കും കൃഷിയും ചെടിയൊക്കെ ഉണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ മോൻ കളിക്കാൻ ഇറങ്ങി. അപ്പോൾ ഓനൊരു ബോളും കൊണ്ട് ഇറങ്ങിയതാണ്. ഇടയ്ക്ക് ഞാനും ഓനോട് കളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വൈകുന്നേരം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ. ഇനിയും പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.